മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് എം.പി. മോഹനൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്വേത, സമിതി സെക്രട്ടറി കെ ഗൗതമൻ, ട്രഷറർ പി.എസ്. ദിനേശൻ എന്നിവർ സംസാരിച്ചു. 2025-26 വർഷം ഹൈ ലെവൽ കനാൽ ബണ്ട് പൊട്ടിച്ചത് പുനഃസ്ഥാപിച്ച് കിട്ടിയാൽ കൃഷി ഇറക്കുന്നതിനും ഉമാവിത്ത് കൃഷി ഇറക്കുന്നതിനും വെള്ളം വറ്റിച്ച് 10 ദിവസം പുല്ല് മുളപ്പിച്ച് പൂട്ടി നിരത്തി വിതയ്ക്കുന്നതിനും 1200 പമ്പിംഗ് ചാർജ് പിരിക്കുന്നതിനും ആയ തുക സബ്സിഡിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി എം.പി. മോഹനൻ, കെ രാമദാസ്, കെ.സി. പ്രജ്ഞൻ, കെ ഗൗതമൻ, പി ജോസ്, ടി.വി. അജയകുമാർ, പി.എസ്. ദിനേശൻ, എൻ.ആർ. ഉണ്ണികൃഷ്ണൻ, പി.എസ്. ദിലീപ്, എൻ.ജെ. മുകുന്ദൻ, സുഭീഷ് കാർണത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. കാലാകാലങ്ങളിൽ വരുന്ന ഭരണസമിതികൾ കൃഷിക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൃഷിക്കാരുടെ അവരുടേതായിട്ടുള്ള ആഗ്രഹത്തിനനുസരിച്ചിട്ട് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വള്ളത്തോളം പടവിൻ്റെ ഏക്കർ അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എൻ്റെ അപ്പനൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 700 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമാണ് നമ്മുടെ വള്ളത്തോളം പടവിനുള്ളത്. അപ്പോൾ ഈ വള്ളത്തോളം പടവിൻ്റെ 700 ഏക്കർ വരുന്ന പാടശേഖരം നേരത്തെ ഇവിടെ ഈ പടവിൻ്റെ നോട്ടീസ് അടിച്ചപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കൃഷി ചെയ്യണമെന്ന് അതിൻ്റെ ഇനീഷ്യലായിട്ട് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ സെക്രട്ടറി വളരെ സവിസ്തരം നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ പ്രതിപാദിച്ചു തന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായ ഇതിൻ്റെ പ്രശ്നങ്ങൾ ശ്രീ മോഹനേട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗൗതമേട്ടും ഒക്കെ മണലൂർ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലെ മീറ്റിംഗ് ബഹുമാനയുടെ ഡെപ്യൂട്ടി കളക്ടറെ ദുരന്ത നിവാരണത്തിന് വിളിച്ചിട്ടാണ് ഈ പടവിലെ വെള്ളക്കെട്ട് മറ്റു പടവിലെ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളിലെ സമീപ പഞ്ചായത്തുകളിലെ